ഹലോ ഫ്രണ്ട്സ്, ലിറ്റിൽ ബിറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പയുമാണ്. ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 5 കിലോ കപ്പയ്ക്ക് 3.5 കിലോ എല്ലാണ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസ്ഡ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, രണ്ട് മുഴുവൻ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് കപ്പ പൊളിച്ച് ചെറിയ ക്യൂബ്സായി അരിഞ്ഞെടുക്കാം. അഞ്ച് കിലോ കപ്പയാണിത്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ എല്ല് വേവിച്ചെടുക്കണം. 3.5 കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത എല്ലാണിത്. ഇനി എല്ല് വേവിക്കുമ്പോൾ ചേർക്കേണ്ട മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/8 കപ്പ് കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് മല്ലിപ്പൊടി, 1/2 കപ്പ് മീറ്റ് മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് എല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 വിസിലും പിന്നീട് ഒരു 10 മിനിറ്റും വേവിച്ചെടുക്കണം. ഓപ്പൺ ചെയ്ത് നോക്കാം വേവ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. എല്ല് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി കപ്പ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 4 ചെറിയുള്ളി, എരിവിനനുസരിച്ച് കാന്താരി, 4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു അരമുറി തേങ്ങ കൂടി ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഇത് എല്ലുങ്കപ്പയിൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. കപ്പയും എല്ലും ലെയറായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേവിച്ചെടുത്ത എല്ല് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കപ്പ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒതുക്കിയെടുത്ത് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വറുത്ത് വെച്ച തേങ്ങ ഇപ്പോഴാണ് ചേർക്കേണ്ടത്. ഇതുപോലെ കപ്പ നന്നായിട്ട് കുത്തി ഉടച്ച് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ കുഴഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്